മനുഷ്യൻ എന്തിനാണ് ബ്രീത്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിനും സ്പിരിച്വൽ സയൻസിനും 2 ആൻസേഴ്സ് ആണ് ഉണ്ടാവുക. മെഡിക്കൽ സയൻസ് പറയും ഓക്സിജന് വേണ്ടി. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല, പ്രാണൻ പോകും. സ്പിരിച്വൽ സയൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണിക് എനർജിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് നല്ല ക്വാളിറ്റിയോടെ ശ്വസിക്കുന്നോ അത്രയും ക്വാളിറ്റി ഉള്ള പ്രാണിക് എനർജി നിങ്ങൾക്ക് സിസ്റ്റത്തിൽ സ്വരൂപിക്കാൻ സാധിക്കും. ഭൂമിയിലെ അത്രയും ക്വാളിറ്റി ഉള്ള പ്രാണിക് എനർജി നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഈ പ്രാണിക് എനർജി ഉണ്ടെങ്കിലേ പ്രാണൻ നിലനിർത്താൻ സാധിക്കുള്ളൂ എന്നാണ് യോഗികൾ പറയുന്നത്. ഓക്കെ, ദ മോർ ക്വാളിറ്റി യു ഹാവ് ഇൻ യുവർ ബ്രീത്തിങ്, ദ മോർ ക്വാളിറ്റി പ്രാണിക് എനർജി യു വിൽ അട്രാക്ട്. അതുകൊണ്ടാണ് യോഗയിൽ എല്ലാവരും ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഡീപ്പ് ബ്രീത്തിങ് അതിനാണ് അവിടെ ഉള്ളത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ ബ്രീത്തിങ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ എങ്ങനെയാണ് ബ്രീത്തിങ്ങും യൂണിവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കണക്റ്റ് ആയിട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ബ്രീത്തിങ് ഉപയോഗിച്ച് യൂണിവേഴ്സ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുക? ഈ രണ്ടും ഡീപ്ലി കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇനിയുള്ള എക്സ്പ്ലനേഷൻ മുഴുവനും യോഗ ആംഗിളിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് മാനിഫെസ്റ്റേഷൻ ഡീപ്പൺ ആക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യോഗയിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ബ്രീത്തിങ് മാറുന്നോ അപ്പോഴൊക്കെ നിങ്ങളുടെ ഇന്നർ സ്റ്റേറ്റിൽ മാറ്റം വരുന്നതാണ് പറയുക. അതൊരു സെക്കൻഡ് പോലും ആയിക്കോട്ടെ, ഒരു സെക്കൻഡ് നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേണിൽ ഒരു മാറ്റം വന്നു, ആ സെക്കൻഡ് തന്നെ നിങ്ങൾ ആരാണ് എന്നുള്ളതിൽ മാറ്റം വരുന്നുണ്ട്. മനസ്സിലാവുന്ന പോലെ ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ബ്രീത്തിങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോർമൽ ബ്രീത്തിങ് അല്ല. ബ്രീത്ത് ഇൻ ഒരു ഇത്ര കൗണ്ട് ആയിരിക്കും, ഹോൾഡിങ് ഒരു കൗണ്ട് വേറെ കൗണ്ട് ആയിരിക്കും, ബ്രീത്ത് ഔട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് മാറുന്നുണ്ട്, വളരെ ഫാസ്റ്റ് ആയിരിക്കും. നല്ല വിഷമം വരുമ്പോൾ പിന്നെയും ബ്രീത്തിങ് മാറും, ഒരുപാട് സ്ലോ ആൻഡ് ഡീപ്പ് ആയിരിക്കും. ഇനി നല്ല രീതിക്ക് സ്ട്രെസ്ഡ് ആകുമ്പോൾ പിന്നെയും ബ്രീത്തിങ്ങിൽ മാറ്റം വരും. ഇനി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ 1 മിനിറ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നോർമൽ ഹ്യൂമൻസിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ എപ്പോഴും സന്തോഷത്തോടെ, ജെന്യുവിൻലി, പുറത്ത് മാത്രമല്ല ഇൻറ്റേർണലി നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയിൽ ഹൈ വൈബ്രേഷൻ ഇരിക്കുന്ന ഒരാളുടെ ബ്രീത്തിങ് പാറ്റേൺ ഒബ്സർവ് ചെയ്താൽ അതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരിക്കലും നോർമൽ ആൾക്കാരെ പോലെ ഉണ്ടാവില്ല. ഇത് സത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. സ്വന്തം ഇമോഷൻസും ബ്രീത്തിങ് ഒന്ന് ചെക്ക് ചെയ്ത കാര്യം മനസ്സിലാവും. ഇനി തിരിച്ചാലോചിച്ച് നോക്കൂ. ഇന്നർ സ്റ്റേറ്റ് കാരണം നിങ്ങളുടെ ഇമോഷൻസും നിങ്ങൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നതനുസരിച്ച് ബ്രീത്തിങ് മാറുമെങ്കിൽ, ബ്രീത്തിങ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെയും മാറ്റാം. സിമ്പിൾ. നിങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ, നിങ്ങളുടെ ബ്രീത്തിങ് സൈക്കിൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയിൽ മാറ്റങ്ങൾ വരും. എനർജിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻ മാറും. സിമ്പിളാണ് അല്ലേ? എനർജി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വൈബ്രേഷൻ മാറിയിരിക്കും. വൈബ്രേഷൻ മാറിക്കഴിഞ്ഞാൽ വൈബ്രേഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് യൂണിവേഴ്സ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നിങ്ങളുടെ വൈബ്രേഷൻ മാറിക്കഴിഞ്ഞാൽ അത്ര കാലം നിങ്ങൾ യൂണിവേഴ്സിനോട് അയച്ച സിഗ്നലുകളിൽ മാറ്റം വരും. ഇന്നലെ വരെ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ എനർജിയും വൈബ്രേഷനും. ആ വൈബ്രേഷൻ അനുസരിച്ച് ഇതൊക്കെയാണ് അവർക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെയാണ് അവർക്ക് റിസീവ് ചെയ്യാൻ അർഹതയുള്ളത്. പക്ഷേ ഇന്ന് അവർ ബ്രീത്തിങ് മാറ്റി, അവരുടെ സൈക്കിളിൽ വ്യത്യാസം വന്നു, ഓട്ടോമാറ്റിക്കലി അവരുടെ വൈബ്രേഷൻ മാറി. അപ്പോൾ അവർ അർഹിക്കുന്ന കാര്യങ്ങളിലും മാറ്റം വരും. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബ്രീത്തിങ് അത്രയും വലിയ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനിഫെസ്റ്റേഷന് ജനറലി ഞാൻ പറയല്ല, നിങ്ങളുടെ എൻറ്റയർ വൈബ്രേഷൻ തന്നെ ബ്രീത്തിങ്ങിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ, ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ പറഞ്ഞത്, ബ്രീത്തിങ്ങിലൂടെ യൂണിവേഴ്സിനോട് സംസാരിക്കാൻ സാധിക്കും. കാരണം ദ മോർ യു ചേഞ്ച് ദ ബ്രീത്തിങ്, ഈ ബ്രീത്തിങ് പാറ്റേണിൽ വ്യത്യാസം വരുത്തുന്നതനുസരിച്ച് വൈബ്രേഷനിൽ മാറ്റം വരും. അതോടെ യൂണിവേഴ്സിനോട് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിലും മാറ്റം വരും. ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും? ബ്രീത്ത് മാറ്റിയ വൈബ്രേഷൻ മാറുന്നു, യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മാറുന്നു, ആ സംസാരമേ അവിടെ ചേഞ്ച് ആവുന്നു. അതൊക്കെ മനസ്സിലായി. ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം കോൺസെൻട്രേഷൻ ആവശ്യമാണ്. പെട്ടെന്നൊന്നും മനസ്സിലാകാൻ സാധ്യതയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ബ്രീത്തിങ്ങിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വൈബ്രേഷനിൽ വ്യത്യാസം വരും. പക്ഷെ എങ്ങനെയാണ് വ്യത്യാസം കൊണ്ടുവരിക? യോഗ ബ്രീത്തിങ് ആണെന്ന് മനസ്സിലായി, പക്ഷേ എങ്ങനെയാണ് ശരിക്കും നമുക്ക് ബ്രീത്തിങ് പാറ്റേണിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക? ഇതിനെയാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞ ഒരു യോഗ ടേം പ്രാണായാമം. കോഴ്സ് ചെയ്യുന്നവർ ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്. പ്രാണായാമം.
പല പേരുകളുണ്ട്. കപാലഭാതി പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം. അതിൽ നമ്മളുടെ ബ്രീത്തിങ് പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയത് ആക്ച്വലി എല്ലാ പ്രാണായാമത്തിനും പറ്റും. പക്ഷെ കുറച്ചുകൂടെ ഈസി എന്ന് പറയാൻ സാധിക്കുന്നത് നാഡീശുദ്ധി പ്രാണായാമം എന്നറിയപ്പെടുന്ന ഒരു യോഗ ബ്രീത്തിങ് പ്രാക്ടീസാണ്. ഈ പേരിൻ്റെ അർത്ഥം നിങ്ങളുടെ നാഡികളെ ശുദ്ധീകരിക്കുന്ന പ്രാണായാമം എന്നാണ്. ദ ബ്രീത്തിങ് എക്സസൈസ് ദാറ്റ് ക്ലെൻസ് യുവർ നാഡി. ഈ നാഡികളിലൂടെയാണ് പ്രാണിക് എനർജി സഞ്ചരിക്കുന്നത്. സോ അവിടെ ഇംപ്യൂരിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്, നെഗറ്റീവ് ആൾക്കാരോടാണ് ഇൻ്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ നിങ്ങളുടെ ഈ നാഡികൾ, ഈ നെർവ് പോലെ, ഈ നമ്മൾ പറയില്ലേ ഞരമ്പ് പോലെ തന്നെ ഇൻവിസിബിളായി നിൽക്കുന്ന നെർവുകളാണ് ഈ നാഡി. അത് വളരെ ഇംപ്യൂർ ആയിരിക്കും. പല അശുദ്ധികൾ കാരണം നമ്മളത് ക്ലീൻ ചെയ്യാതെ വെച്ചത് കൊണ്ട് പല തരത്തിലുള്ള ഇംപ്യൂരിറ്റി അവിടെ ഉണ്ടാവും. നിങ്ങൾ എത്ര നല്ല പ്രാണിക് എനർജി ബ്രീത്തിങ്ങിലൂടെ അബ്സോർബ് ചെയ്തെടുത്താലും ഈ നെർവുകൾ, ഈ നാഡികൾ അശുദ്ധമാണോ, ദെൻ നോ യൂസ്. അതുകൊണ്ടാണ് നാഡീശുദ്ധി പ്രാണായാമം, ആ നെർവുകളെ ശുദ്ധീകരിക്കുന്ന ബ്രീത്തിങ് പ്രാക്ടീസ്. ഇത് ചെയ്താൽ തന്നെ എത്രയോ മാനസിക പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സ്, ആങ്സൈറ്റി, അതുപോലെ അകാരണമായ ഭയം, ഉറക്കമില്ലായ്മ, ഇതെല്ലാം പരിഹരിക്കപ്പെടും. തനിയെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രീത്തിങ്, ആ നാഡീശുദ്ധി കറക്റ്റായി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 90% നിങ്ങൾ പറയുന്ന വലിയ വലിയ മെൻ്റൽ പ്രോബ്ലംസും അനാവശ്യമായിട്ടുള്ള ഫിയറും ആങ്സൈറ്റിയും എല്ലാം ശരിയാവും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ വേ ടു ഓൾട്ടർ യുവർ ബ്രീത്തിങ് പാറ്റേൺ. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറഞ്ഞാലും ഈ കൗണ്ടുകൾ പാലിക്കാത്തൊരു ടെക്നിക്കാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാണ്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. കൗണ്ടുകൾ പാലിച്ചിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, പാലിക്കാത്ത സ്റ്റൈലും ഉണ്ട്, പാലിച്ച സ്റ്റൈലും ഉണ്ട്. ഇപ്പം നിങ്ങൾ ലെഫ്റ്റിലൂടെ മീൻസ് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നു, കുറച്ച് നേരം ഉള്ളിൽ അതിനെ അടച്ചു പിടിക്കുന്നു, ദെൻ പുറത്തോട്ട് ബ്രീത്തിങ് റിലീസ് ചെയ്യും. ഇവിടെ പ്രത്യേകിച്ച് കൗണ്ടുകളില്ല, നിങ്ങളൊന്നും എണ്ണുന്നില്ല. അതല്ലാതെ നമ്മൾ സൈക്കിളായിട്ട് ബ്രീത്തിങ് എണ്ണുന്ന ഈ നാഡീശുദ്ധിയുടെ ഒരു കൗണ്ട് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രീത്ത് ഇൻ 4 സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ 1 2 3 4 എന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കണം. ഹോൾഡ് 6 സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ബ്രീത്ത് പുറത്തോട്ട് വിടാതെ ഉള്ളിൽ തന്നെ വെച്ച് 6 സെക്കൻഡ് എണ്ണണം. ദെൻ ബ്രീത്ത് ഔട്ട് 8 സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങളെ അടച്ചു പിടിച്ച ബ്രീത്തിങ് ഉണ്ടല്ലോ, അത് 8 സെക്കൻഡ് മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട് പുറത്തോട്ട് വിടണം. നൗ ദിസ് ഈസ് ആൻ എക്സലൻറ്റ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്. കറക്റ്റ് നാഡീശുദ്ധി പ്രാണായാമം അല്ല, പക്ഷെ എന്നാലും ഒരു കൗണ്ട് നമ്മളവിടെ പാലിക്കുന്നുണ്ട്. 4 6 8. ഓക്കെ, ഇതേപോലെ ചില കൗണ്ടുകളുണ്ട്. നാഡീശുദ്ധി പ്രാണായാമം എങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന വ്യക്തമായ കൗണ്ടുകളുണ്ട്. ആ കൗണ്ടുകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഓരോ ശരീരവും ഓരോ രീതിയിലാണ് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, അപ്രോക്സിമേറ്റ്ലി ഒരു 2-3 മന്ത്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ നാഡീശുദ്ധി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേണിൽ വ്യത്യാസം വരും. ഇപ്പോൾ റൈറ്റ് നൗ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ഈ വീഡിയോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രീത്തിങ് എത്രയുണ്ട് നോക്കാം. വെറുതെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നോർമലി നിങ്ങളുടെ ബ്രീത്തിങ് ഒബ്സർവ് ചെയ്യാം. ബ്രീത്ത് ഇൻ ഇത്ര സെക്കൻഡ് ആയിരിക്കും, ഒന്ന് കൗണ്ട് ചെയ്താൽ മതി കയ്യിൽ. ഞാൻ എത്ര സെക്കൻഡ് എടുത്ത് ബ്രീത്ത് ഇൻ ചെയ്യുന്നുണ്ട്, 1 2 3 ആകുമ്പോഴേക്കും ബ്രീത്ത് ഫുൾ ഉള്ളിലേക്ക് പോയി. കുറച്ച് നേരം ഉള്ളിൽ നിൽക്കും, ദെൻ പുറത്തോട്ട് വരും. ഓട്ടോമാറ്റിക്കലി നോർമലി ബ്രീത്ത് ഔട്ട് വരും. അതൊരു സർട്ടൻ സെക്കൻഡ്സ് ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും, 4 ആയിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയാണ്. ഇതാണ് നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രീത്തിങ് സൈക്കിൾ. മനസ്സിലായോ? ഇപ്പോൾ റൈറ്റ് നൗ നിങ്ങൾ എങ്ങനെ ശ്വസിക്കുന്നു, എത്ര സെക്കൻഡ് എടുത്ത് ബ്രീത്ത് ഇൻ ചെയ്യുന്നു, എത്ര സെക്കൻഡ് ഉള്ളിൽ നിൽക്കുന്നു, എത്ര സെക്കൻഡ് പുറത്തോട്ട് വിടുന്നു, ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡിഫോൾട്ട് ബ്രീത്തിങ് സൈക്കിൾ. അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ബ്രീത്തിങ് സൈക്കിൾ എന്ന തിയറി. ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സൈക്കിളിന് ഒരു വൈബ്രേഷൻ ഉണ്ട്. യൂണിവേഴ്സ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വൈബ്രേഷൻ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ സിഗ്നൽ, ഇതാണ് നിങ്ങളുടെ ലാംഗ്വേജ്. ഇങ്ങനെയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അതിന് മാച്ചായിട്ടുള്ള ഡിസൈർസ് മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് പറയുന്നത്, വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ
നല്ല നല്ല ക്വാളിറ്റിയുള്ള ഡിസയേഴ്സ് ലൈഫിൽ മാനിഫെസ്റ്റ് ആവുള്ളൂ. കാരണം നിങ്ങളുടെ കറണ്ട് റിയാലിറ്റിയുടെ വൈബ്രേഷൻ മാച്ച് ചെയ്യുന്ന ബ്രീത്തിങ് സൈക്കിളാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത് 3 സെക്കൻഡ് ആയിരിക്കും, ഉള്ളിൽ ഒരു 2 സെക്കൻഡ് അവിടെ വെറുതെ നിൽക്കും, എന്നിട്ട് പുറത്തോട്ട് വരുന്നു, അത് ചിലപ്പോൾ 3 സെക്കൻഡ് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പാറ്റേൺ എത്രയാണ്? 2 അല്ലെങ്കിൽ 2 2 3 അല്ലെങ്കിൽ 4 3 3. നിങ്ങൾ എങ്ങനെയാണോ ബ്രീത്ത് ഇൻ ഹോൾഡ് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ബ്രീത്തിങ് സൈക്കിൾ. ഈ സൈക്കിളിൽ അർഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ, ഇതിനർഹിക്കുന്ന റിയാലിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. ലൈഫിൻ്റെ ചുറ്റും നോക്കുക, ജീവിതത്തിലെ എല്ലാ റിലേഷൻഷിപ്പും നോക്കുക, ഓർ എല്ലാ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗുണങ്ങൾ നോക്കുക, കിട്ടിയ ഡിസൈസ് നോക്കുക, കിട്ടാത്ത ഡിസൈസ് നോക്കുക, ശരീരത്തെ നോക്കുക, മനസ്സിനെ നോക്കുക. അതിൻ്റെയൊക്കെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണോ അതും നിങ്ങളുടെ ഇപ്പോഴത്തെ ബ്രീത്തിങ് സൈക്കിളും ഈക്വലാണ്. അതാണ് ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നാഡീശുദ്ധി പ്രാണായാമത്തിലൂടെ ഒരു യോഗ കൗണ്ട് ഫോളോ ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും യൂണിവേഴ്സലി എളുപ്പമായിട്ടുള്ളതാണ് 4-6-8 എന്ന നാഡീശുദ്ധി പ്രാണായാമം. വെരി ഫ്രൂട്ട്ഫുൾ. എല്ലാ ക്ലാസ്സിലും ഈ പ്രാണായാമം ഞാൻ മസ്റ്റായിട്ടും ബിഗിനേഴ്സിന് കൊടുക്കുന്നുണ്ട്. വളരെ വളരെ എഫക്റ്റീവാണ്. ഈ ഒരു സാധനം തന്നെ നിങ്ങൾ 3 മാസം കണ്ടിന്യൂ ചെയ്താൽ ഇപ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ എങ്ങനെയാണോ അത് മുഴുവൻ മാറും. പുതിയൊരു ബ്രീത്തിങ് സൈക്കിൾ അവിടെ വരും. ഡീപ്പ് ബ്രീത്തിങ് ആയിരിക്കും. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയം കൂടും, ഉള്ളിൽ നിൽക്കുന്ന സമയം കൂടും. അപ്പോഴാണ് പ്രാണിക് എനർജി നന്നായിട്ട് ഉള്ളിലുണ്ടാകും. ദെൻ പുറത്തോട്ട് പോകുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൗണ്ടിലും വ്യത്യാസം വരും. നൗ ബ്രീത്തിങ് സൈക്കിൾ നാഡീശുദ്ധി പ്രാണായാമം കാരണം ചേഞ്ച് ആയപ്പോൾ വൈബ്രേഷൻ മാറി, ഓട്ടോമാറ്റിക്കലി മാറുമല്ലോ. ആ വൈബ്രേഷൻ കാരണം നിങ്ങൾ പുറത്തോട്ട് വിടുന്ന സിഗ്നലുകൾ മാറി. നൗ യൂണിവേഴ്സ് അണ്ടർസ്റ്റാൻഡ്സ് നിങ്ങളുടെ വൈബ്രേഷൻ മാറിയിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കറണ്ട് റിയാലിറ്റി മാറിയിരിക്കണം, വേറൊരു വഴിയുമില്ല. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ്, നമ്മൾക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ടെക്നിക്ക്. ഞാനിവിടെ ഒരുപാട് ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ട്, അതിലേറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ടെക്നിക്കാണിത്. കാരണം എന്താ, ബ്രീത്തിങ് ആണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. വേറെ ആരുടെയും ബ്രീത്ത് അല്ലല്ലോ, നിങ്ങളുടെ സ്വന്തം ബ്രീത്ത് അല്ലേ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയും കാത്തിരിക്കേണ്ട, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല, അവരുടെ കരണം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മെത്തേഡ് വർക്കായോ ഇല്ലയോ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കൂ കേട്ടോ, എന്നാലേ ഇങ്ങനത്തെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ തുടർന്ന് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് കമൻസിൽ അറിയിക്കുക. നൗ ഇത്രയും നേരം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലൊരു ഫൈനൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏത് സൈക്കിളാണ് ഉപയോഗിക്കേണ്ടത്? ബ്രീത്ത് ഇൻ എത്ര സെക്കൻഡ്, ഹോൾഡിങ് എത്ര സെക്കൻഡ്, ബ്രീത്ത് ഔട്ട് എത്ര സെക്കൻഡ്? ഇവിടെ ഞാൻ വളരെ റെസ്പെക്റ്റോടെ തന്നെ പറയാണ്, നമ്മൾക്കൊരിക്കലും ഈ ഒരു സാധനം, ഇപ്പോൾ 4-6-8 കാര്യം പറഞ്ഞത് യൂണിവേഴ്സലാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഉയർന്ന സ്റ്റേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മീൻസ് ഒരു സ്ട്രെസ് ഫ്രീ സിറ്റുവേഷൻ എന്നത് മാറിയിട്ട് വൈബ്രേഷൻ ഇനിയും സ്പെസിഫിക് ആയിട്ട് ഉയർത്തണം എന്ന സ്ഥിതി വരുമ്പോൾ, എസ്പെഷ്യലി മാനിഫെസ്റ്റേഷൻ, യൂണിവേഴ്സ് ആയിട്ടുള്ള ഡീപ്പർ സോൾ കണക്ഷൻ എന്നൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ റാൻഡം ആയിട്ടൊരു സൈക്കിൾ എടുത്ത് പറയാൻ സാധിക്കില്ല. അതുപോലെ അത് വെറുതെ അങ്ങ് പബ്ലിക്കിൽ കൊടുക്കാനും സാധിക്കില്ല. കാരണം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എവിടെ നിന്നോ ആ നമ്പർ ഓഫ് സൈക്കിൾസ് കിട്ടി, നിങ്ങളത് പെട്ടെന്ന് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ വേണ്ട വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ നിങ്ങളെടുത്തില്ല, കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തില്ല. ഗുണത്തേക്കാളും ദോഷം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകൂ. ഓക്കെ, ഓൾവേസ് റിമെമ്പർ. ഞാനിവിടെ അതുകൊണ്ടാണ് തുടർച്ചയായി പറയുന്നത്, നിങ്ങൾക്ക് ആസ് എ ബിഗിനർ വേണമെങ്കിൽ എൻ്റെ മറ്റൊരു ചാനലുണ്ട് കേശ എന്ന്, അവിടെ പോയിട്ട് സപ്തവാഹി മെഡിറ്റേഷൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി സപ്തവാഹി, ഓക്കെ, SAPTHIVAAHI എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ കിട്ടും. ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഇറ്റ്സ് എ ബെസ്റ്റ് തിങ്. ആസ് എ ബിഗിനർ നിങ്ങൾക്ക് അതാണ് ചെയ്യാൻ പറ്റിയ കാര്യം. പക്ഷേ എഗെയിൻ സ്പെസിഫിക് മാനിഫെസ്റ്റേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹാർട്ടിന് ക്ലോസ് ആയിട്ടുള്ള ഡിസൈർസ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന ഒരു ഫോക്കസാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ ഗൈഡൻസോടെ പ്രിപ്പയർ ചെയ്ത സംഭവം തന്നെ എടുത്ത് ചെയ്യണം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് നോക്കുക. യോഗയിൽ ഇങ്ങനെ തന്നെയാണ്, നമ്മൾക്ക് ചുമ്മാ പ്രാണായാമം എടുത്ത് ചെയ്യാൻ സാധിക്കില്ല. ചില കൗണ്ടുകൾ സേഫാണ്, പക്ഷേ അതിൻ്റെ മേലോട്ട് പോകണമെങ്കിൽ ഗൈഡൻസ് ആവശ്യമാണ്. ഇന്ന കൗണ്ട് ഒരാൾ തരണം, അതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആ കൗണ്ട് നിങ്ങൾക്ക് തരണം, അതിന് ദീക്ഷ എന്ന് പറയാം. പ്ലസ്
അതിന് മുൻപും പിൻപും നിങ്ങൾ ചെയ്യേണ്ട ചില സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളും ഒരുമിച്ച് വന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് വർക്കാവൂ. ആ ടെക്നിക്ക് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ ഇപ്പം എങ്ങനെയാണോ അതിനെ മുഴുവൻ മാറ്റിയിട്ട് പുതിയൊരു ബ്രീത്തിങ് സൈക്കിൾ അവിടെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഒരിക്കലും നമുക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങൾക്കൊരു സർജറി ആവശ്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് അനസ്തേഷ്യയൊക്കെ കൊടുത്ത് കീറി മുറിച്ച് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരിക്കലും യോഗ വർക്കാവില്ല. അങ്ങനെ ഒരിക്കലും യോഗ സയൻസ് ഒരാൾക്ക് ബെനിഫിറ്റ് തരില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ കോഴ്സ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഒരു മാർക്കറ്റിംഗ് അല്ല. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ബട്ട് റിയൽ സൈഡ് ഇതാണ്. ഒരു തെറ്റായി നമ്മളൊരു ആഗ്രഹം വേണമെന്ന് പറഞ്ഞ് തെറ്റായി സമീപിച്ച ഗുണത്തെക്കാളും ദോഷമാണ് ഉണ്ടാക്കുക. എസ്പെഷ്യലി പ്രാണായാമം എന്ന് പറഞ്ഞാൽ ബ്രീത്ത് വെച്ചിട്ടുള്ള കളിയാണ്. പ്രാണിക് എനർജി വെച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യും. ക്ലിയർ? സോ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമൻസിൽ അറിയിക്കും.